ഗൈസ് നമ്മുടെ കാപ്പിമല വാട്ടർഫാൾസിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇവിടെ ഒരു മറ്റേ അവിടെ ചായക്കടയുണ്ട്. ചായക്കടേൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ വലിയ പൈതൽ മലയൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഇതാണ് റോഡ്. പിന്നെ നേരെ താഴേക്ക് ആലക്കോടേക്കും പിന്നെ മുകളിലേക്ക് പോയാൽ കാപ്പിമലയ്ക്കും പോകുന്ന റോഡാണ്. ഓക്കെ, നമ്മളെ ഫ്രണ്ട് അയ്പ്പനുണ്ട്, എന്തോ വണ്ടി കുഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോവാം. ഓയിൽ ലീക്ക് ഉണ്ടാടാ, കുഴപ്പമില്ല, നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വിടാം. ഗൈസ് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. അതൊരു കിടിലം പോലത്തെ ഒരു ജീപ്പ് കണ്ടില്ല. ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവർ. ഗൈസ് നമ്മൾ ചങ്ങായി ഫ്രണ്ടിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊക്കെ കുറവുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി പോകാം. പക്ഷെ നല്ല പീസ്ഫുള്ളായിട്ടിരിക്കും കേട്ടോ. വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം നല്ല തണുപ്പൊക്കെ ഉണ്ട്. മൂടൽ മഞ്ഞൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ ഇപ്പോൾ ഉണ്ടാവില്ല എന്തായാലും. കണ്ടില്ലേ, ഈ മുകളിൽ കാണുന്നത് പൈതൽ മലയാണ്. അതിൻ്റെ മുകളിൽ വരെ വാഴ കൃഷി ഒക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴി ഇതാണ്. വേണമെങ്കിൽ ഓഫ് റോഡ് ജീപ്പൊക്കെ വേണമെങ്കിൽ ഈ വഴിയൊക്കെ പോവാം. പണ്ട് ഫുള്ള് ഇവിടെ വാഴത്തോട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ എന്തൊക്കെയോ സെറ്റപ്പായി, കുറേ കടയൊക്കെ വന്നിട്ടുണ്ട്. കിടിലൻ സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെയാണ് സംഭവം. ഈ വെള്ളച്ചാട്ടത്തിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അടി താഴേക്കാണ് വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നതുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം ഫോറസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ 7 വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് ഫോറസ്റ്റിലേക്കല്ല, അതിന് തൊട്ട് മുകളിൽ ഫോറസ്റ്റ്. ഇതിൻ്റെ താഴെ നമുക്ക് കയറുന്നതിന് പ്രശ്നമല്ല. ഇതെല്ലാം പ്രൈവറ്റ് സ്ഥലം കണ്ടില്ലേ ഗൈസ്. ഇതൊക്കെ പ്രൈവറ്റ് സ്ഥലങ്ങളാണ്. വാഴയും സാധനങ്ങളെല്ലാം വെച്ചിട്ട് കണ്ടില്ലേ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഓക്കെ, നമ്മൾ വീഡിയോ ഒക്കെ ഇരുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ ഗൈസ്, കണ്ടില്ലേ, ഇതിലേക്കൂടെ എല്ലാം വെള്ളം ഒലിച്ചിറങ്ങിയതാണ്. ഇതിൻ്റെ മുകളിലേക്കെല്ലാം കയറാൻ പറ്റും. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് ഫോറസ്റ്റൊക്കെയാണ്. നമ്മളെ ഫ്രണ്ടിൽ ഐപ്പൻ നടന്നു പോകുന്നുണ്ട്. അങ്ങ് ആ മലേൻ്റെ ടോപ്പിൽ ഒരു വാഴ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന തൊട്ടടുത്ത് ഉരുൾ പൊട്ടിയതാണ്. കഴിഞ്ഞ സീസണിൽ ഉരുളൊക്കെ പൊട്ടിയതാണ് ഇവിടെ. വലിയ വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ടും പിന്നെ വേനൽക്കാലം തുടങ്ങിയത് കൊണ്ടാണ് ഇവിടെ വെള്ളം ഇത്രയും കുറവ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകുന്നതാണ്. ഇപ്പം അതിലേക്കൂടെ ഒന്ന് കയറിപ്പോലാണ്. അത് ഫോറസ്റ്റ് ഇറങ്ങി വാ. ഇപ്പം ഫോറസ്റ്റ് അതിന് മുകളിലേക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. അതെല്ലാം ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. നമ്മൾ ഫോറസ്റ്റിലേക്കൊന്നും കയറുന്നില്ല. ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥലം നല്ലതാണെന്ന് തോന്നി. ഈ കണ്ടില്ലേ, ഇത് തൊട്ടടുത്തേക്ക് പ്രൈവറ്റ് സ്ഥലങ്ങളാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വലിയ വെള്ളച്ചാട്ടമാണ് ശരിക്കും പറയാം. പക്ഷേ ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ വെള്ളം കുറവ്. ഏകദേശം ഒരു 7 ഇങ്ങനെ തട്ടായിട്ട് ഇവിടെ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. കുറേ അടിപൊളിയാണ്. കുറേ ആൾക്കാർ കുളിക്കാനൊക്കെ വരുന്നതാണ്. കണ്ടില്ലേ സ്ഥലം, കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ തടാകം പോലെയാണ് ഈ സ്ഥലം. ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി വെക്കുന്നത് കേട്ടോ. നല്ല താഴ്ചയുണ്ട് ഇവിടെ. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിയാലും ഭയങ്കരമായിട്ട് താഴ്ചയുണ്ട് ഈ സ്ഥലത്തിന്. ഓക്കെ ഗൈസ്, എങ്ങനെയാണ് സംഭവം കണ്ടില്ലേ. ഇവിടെയൊക്കെ വെള്ളത്തിൽ നീന്തൽ അറിയാത്തവരൊന്നും ഈ വഴിയൊന്നും ഒരിക്കലും വരാൻ പാടില്ല. കണ്ടില്ലേ, ഇത്രയും താഴ്ചയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നേരെ ഇതിനിടയ്ക്കേ കൂടെ എല്ലാം വെള്ളം കയറി വരുന്നതാണ്. എന്താ ഗൈസ്, അടിപൊളി സ്ഥലമാണ്, നല്ല വെള്ളമാണ് ഗൈസ്. ഇതാണ് നമ്മളെ ടോപ്പിലത്തെ വെള്ളച്ചാട്ടം കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കുറവ്. അല്ലെങ്കിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. കണ്ടില്ലേ, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല താഴ്ചയിലാണ് കേട്ടോ. കണ്ടില്ലേ, എന്താ കാണുമ്പോൾ പക്ഷെ താഴെ ഇല്ലാണ്ട് തോന്നും, പക്ഷേ നല്ലോണം ആഴമുണ്ട്. മഴക്കാലത്താണെങ്കിൽ ഇത് ഫുള്ള് ഇങ്ങനെ വെള്ളമായിരിക്കും കേട്ടോ. ഇവിടെ ഫുള്ളും ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. കുറേ ആൾക്കാരും ഉണ്ടാകും. പക്ഷേ ഇപ്പം സീസൺ ടൈമല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പുറത്തേക്ക് ഇതിന് തൊട്ടപ്പുറത്ത് പൈതൽ മല ഫോറസ്റ്റാണ് കേട്ടോ. പൈതൽ മലയാണ്, കണ്ടില്ലേ വെള്ളച്ചാട്ടം. ഇതിന് മുകളിലും വേറെ 2 വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. അതാണ് ഇതിൻ്റെ താഴേക്കും വെള്ളച്ചാട്ടമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം മഴക്കാലത്താണ് നല്ല രീതിയിൽ വെള്ളമായിരിക്കും, ഭയങ്കര വെള്ളമായിരിക്കും ഇവിടെയൊക്കെ. ഇതിലേക്കൂടെ താഴേക്കാണ് ഒലിച്ചിറങ്ങുന്നത്. കണ്ടില്ലേ ഗൈസ്. അപ്പം അങ്ങനെയാണ് സംഭവം. നിങ്ങൾക്ക് നമ്മളെ ഈ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ ഒക്കെ ചെയ്യട്ടോ. ഓക്കെ, അങ്ങനെയാണ് സംഭവം. ഞാൻ ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഞാനും അയ്പ്പനും കൂടെ വെറുതെ ഈവനിങ് ഇങ്ങോട്ട് വന്നതാണ്. വെറുതെ വീട്ടിലിരിക്കുമ്പം ബോറടിച്ചിട്ട് പണിക്ക് പോയിട്ട് വന്നതാണ്. അപ്പോൾ അതിന് ശേഷം വെറുതെ വീട്ടിലിരിക്കുമ്പം ഒരു മടുപ്പ്. അപ്പം വെറുതെ അങ്ങനെ ഈവനിങ്ങിൽ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിവനും മാത്രമേ ഉള്ളൂ.
വേറൊരു ടീം ഉണ്ടായിരുന്നു, അവർ പോയി. പിന്നെ നേരെ താഴെ നമ്മൾ വന്ന വഴിയൊക്കെ കാണാം കേട്ടോ. പക്ഷേ എത്രയോ മീറ്റർ താഴെയാണ്, ഏകദേശം 1 കിലോമീറ്റർ കൂടിപ്പോൾ ഒരു 500 മീറ്ററെങ്കിലും താഴേക്ക് താഴ്ച ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം എന്താ ഇതിൻ്റെ താഴ്ചയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് കാണിച്ചു കൊടുത്തത് എന്താ, കാണുമ്പോൾ ചെറുതാണെങ്കിലും ആഴം കണ്ടില്ലേ, നല്ല രീതിയിൽ ആഴമുണ്ട് വെള്ളത്തിന്. ഏകദേശം അത്രയും ഇത്തിരി ആഴമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അറിയാത്ത സ്ഥലത്തുനിന്ന് പോയിട്ട് ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ ചാടി പൈസനെ കാണിക്കാൻ പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ കുഴിയൊക്കെ ഉണ്ടാവും, കുഴി. ഓക്കെ, എത്ര ആഴമുണ്ട്? അത്ര വരെ ഉണ്ടല്ലേ. നേരെ താക്കടാ, അത് കുറച്ചുകൂടെ അങ്ങോട്ട് പൊന്തിപ്പോയി. പക്ഷെ എന്നാലും നല്ല രീതിയിൽ ആഴമുണ്ട് കേട്ടോ. നമ്മൾ അറിയാത്ത സ്ഥലത്തൊന്നും പോയിട്ട് ഒരിക്കലും നമ്മൾ വെള്ളത്തിലും ചാടാൻ പാടില്ല. കാരണം ഏതെങ്കിലും കുഴിയിലൊക്കെ പോയിട്ട് കാലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് പൊന്തി വരാൻ കഴിയില്ല. നമുക്ക് നീന്താൻ ഒരാളും കൂടി, പരിചയമുള്ള ആളും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോട്ടോ. ബൈ ഗൈസ്.